ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ടൈറ്റിൽ എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ആണ്. ഈ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എൻ്റയർ യൂണിറ്റ് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നതെന്ന്. ലാൻഡ് വാട്ടർ ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ എൻ്റയർ സെക്ഷൻ ഡീൽ ചെയ്തു പോകുന്നത്. ഈ രണ്ടിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ലാൻഡ് വാട്ടർ നമുക്ക് അത്യാവശ്യമായ രണ്ട് സാധനങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും എന്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവൈൻ തിങ് തന്നെയാണ് ഈ രണ്ടും, ലാൻഡും വാട്ടറും. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അറ്റ് ദ സെയിം ടൈം ലാൻഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഈ രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? വാട്ടർ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്, ലാൻഡ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. ഈ ഒരു യൂണിറ്റിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്, വാട്ട് ഈസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ്. വാട്ട് ഈസ് നോൺ റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ, അതിലേക്ക് നോക്കാം. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ആർ 2 types, ഞാൻ പറഞ്ഞു, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ റിസോഴ്സസ് റിപ്ലനിഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കുക അല്ലെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതിനെയാണ്. ഇപ്പോൾ റീക്രിയേറ്റ്, റിന്യൂ ഇതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിന്യൂവബിൾ റിസോഴ്സസ് റിപ്ലനിഷ് ടു റീപ്ലേസ് ദ പാർട്ട് ഡിപ്ലീറ്റഡ് ബൈ ഇറ്റ്സ് യൂസ് ബൈ നാച്ചുറൽ റീപ്രൊഡക്ഷൻ ഓർ അതർ പ്രോസസ്സസ്. ദീസ് ഗെറ്റ് റീജനറേറ്റഡ് ആൻഡ് ഡു നോട്ട് റൺ ഔട്ട്. റിന്യൂവബിൾ ആയുള്ള കാര്യങ്ങൾ എന്താണ് പ്രത്യേകത? അത് നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും റിന്യൂ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. വാട്ടർ നമ്മൾ കുടിച്ചു, നമ്മളത് യൂസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അത് യൂറിനായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ യൂറിൻ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു, ദെൻ വീണ്ടും മഴയായിട്ട് പെയ്യുന്നു. ആ ഒരു പ്രോസസ്സിലൂടെ ഇത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നോൺ റിന്യൂവബിൾ എന്താണെന്ന് നോക്കാം. Non-renewable resources are those whose economic value cannot be readily replaced naturally. Once these are used, they are lost forever. എന്ന് വെച്ചാൽ നോൺ റിന്യൂവബിൾ ആകുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു തവണ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്നേക്കുമായി ലോസ്റ്റായി, പിന്നെ അവിടെ അത് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് എടുത്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, ആ സെയിം ടൈപ്പ് മണ്ണ് പിന്നെ അവിടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മിനറൽസ്, അതിൻ്റെ ഉള്ളിലത്തെ ഫെർട്ടിലിറ്റി ഒക്കെ മാറിയ സോയിൽസ് ആയിരിക്കും വേറെ ഉണ്ടാവുക. ഒരു വട്ടം യൂസ് ചെയ്താൽ പിന്നീട് അത് എന്താ പറയുക, റിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റാത്തതിനാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? റിസോഴ്സസ് ആയ സോളാർ എനർജി, വാട്ടർ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, അക്വാറ്റിക് ലൈഫ്, ഇതെല്ലാം റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അറ്റ് ദ സെയിം ടൈം നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ ഒരു വട്ടം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ദെൻ മിനറൽസ് അണ്ടർ ദ എർത്ത്, ഒരു വട്ടം എർത്തിൻ്റെ അടിയിൽ നിന്ന് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മിനറൽസ് അവിടെ കാണില്ല. ദെൻ സോയിൽ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അതൊരു നോൺ റിന്യൂവബിളും കൂടിയാണ്. വി വാണ്ട് ടു കീപ് സോയിൽ വെരി സേഫായിട്ട് നമുക്ക് സോയിൽ എപ്പോഴും കൊണ്ടു നടക്കണം, അല്ലേ? ഇതാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഫസ്റ്റ് ഒന്നുകൂടി പറയാം, റിന്യൂവബിൾ എന്താണ്? ഒന്നുകൂടി റിന്യൂ ചെയ്തെടുക്കാം. അതിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? സോളാർ എനർജി, വാട്ടർ, അക്വാറ്റിക് ലൈഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ നോൺ റിന്യൂവബിൾ എന്താണ്? നമുക്ക് റിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ്റ്റായി. അങ്ങനെയുള്ളതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? സോയില്, ഫോസിൽ ഫ്യൂവല്, മിനറൽസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഈ രണ്ടും മനസ്സിൽ വെക്കുക. ദെൻ നമുക്കിനി വാട്ടറിൻ്റെ ലാൻഡിൻ്റെ ആ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചിട്ട് പോവാം. വാട്ടർ എന്താ? വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, അല്ലേ? നമുക്കൊന്ന് നോക്കാം. വാട്ടർ ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്. ഇറ്റ് ഇവാപ്പറേറ്റ്സ് ഔട്ട് ഓഫ് ഓഷ്യൻസ്. ക്ലൗഡ്സ് ആർ ഫോംഡ് വിച്ച് ബ്രിങ് ദ വാട്ടർ ബാക്ക് ടു എർത്ത് ബൈ റെയിൻ ഓർ സ്നോ. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഫിനോമിന, നമ്മുടെ നാച്ചുറൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനയാണിത്, അല്ലേ? ഇവാപ്പറേഷൻ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് സയൻസിൽ. ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സ് എന്താണത്? ഒരു റെയിൻ പെയ്യുന്നത് എങ്ങനെയാണ്? മഴ പെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് മഴ പെയ്യുന്നത് കാണാൻ. അതെങ്ങനെയാണ് വരുന്നത്? ഈ റിവറിലെയോ ലേക്കിലെയോ അതുപോലെ തന്നെ സ്ട്രീംസിലെയോ വെള്ളം കണ്ടൻസ് ചെയ്ത്
ഇവാപ്രേഷൻ എന്ന പ്രോസസ്സിലൂടെ മുകളിലേക്ക് പോയി കണ്ടൻസ് ചെയ്തിട്ടാണ് കണ്ടൻസേഷൻ എന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ വേപ്പർ ലിക്വിഡ് ആക്കി മാറ്റിയിട്ടാണ് പിന്നെ മഴ പെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ റിന്യൂവബിൾ ആണ്. കാരണം ഒരു വട്ടം മുകളിലേക്ക് പോയാൽ ഇതേ വെള്ളം തന്നെയാണ് അവിടുന്ന് മഴയായി പെയ്യുന്നത്. സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വാട്ടർ എടുത്തിട്ട് നമ്മളത് ഐസ് ക്യൂബ് ആക്കി. സോ ആ വാട്ടറെ നമ്മളൊരു ക്യൂബാക്കി മാറ്റി, അത് ഒരു വട്ടം യൂസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഈ വെള്ളം ഈ ഐസ് ക്യൂബ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് വെച്ച് അത് തിരിച്ച് വാട്ടർ ആവില്ലേ? അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഓൺലി എർത്ത്, ഈ ഭൂമിയിലെ 2.5% ഫ്രഷ് വാട്ടർ ഉണ്ടെന്നും ബാക്കിയുള്ളതെല്ലാം സോൾട്ട് വാട്ടർ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം സീ, ഓഷ്യൻ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് വാട്ടർ റിസോഴ്സസ് നമ്മുടെ എർത്തിലുണ്ട്. സോ അതിലെ 2.5% മാത്രമാണ് ഫ്രഷ് വാട്ടർ ഉള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ഓഷ്യനിൽ സീ വാട്ടറിൽ വരുന്ന സോൾട്ട് വാട്ടർ ആണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇന്ന് അതിനും കുറേ പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? സോൾട്ട് വാട്ടറിനെ പ്യുവർ വാട്ടർ ആയിട്ട് ഇന്ന് പലരും യൂസ് ചെയ്യുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വാട്ടർ ഈസ് എ renewable source. Now we can move to water cycle. Water cycle describes the continuous movement of water on, above and below the earth's surface involving process of evaporation, transpiration, condensation, precipitation and runoff. ഈ ഒരു പ്രോസസ്സ് വാട്ടർ ഭൂമിയുടെ മുകളിലും ഭൂമിയുടെ അടിയിലും ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട് അല്ലേ? ആ മൂവ്മെൻറ്റിനെയാണ് വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു സൈക്കിളിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്? ആ പ്രോസസ്സാണ് ഇവാപ്രേഷൻ, ട്രാൻസ്പിരേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. എന്താണ് ഇതൊക്കെ? നമുക്കറിയാം ഇവാപ്രേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, വെള്ളം ആവിയായി, നീരാവിയായി, വേപ്പറായി മുകളിലേക്ക് പോകുന്നു. ദെൻ അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയാം. ഇതേ വെള്ളം തിരിച്ച് കണ്ടൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വേപ്പർ ടു ലിക്വിഡ്, വേപ്പറിനെ ലിക്വിഡിലേക്ക് മാറ്റുന്നു, എന്നിട്ട് മഴയായി പെയ്യുന്നു. സോ ആ മഴ പെയ്യുന്നതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. റിവറിൽ വെള്ളമുണ്ട് നമുക്കറിയാം. സോ ആ വെള്ളം വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. ആ ഒരു പ്രോസസ്സിനെ ഇവാപ്രേഷൻ എന്ന് പറയുന്നു. അവിടെ ചെന്ന വേപ്പർ ലിക്വിഡായി ചേഞ്ച് ആവുന്നതിന് കണ്ടൻസേഷൻ എന്ന് പറയുന്നു. ഈ കണ്ടൻസേഷൻ ചെയ്ത ഈ വെള്ളം റെയിൻ ആയിട്ടോ അല്ലെങ്കിൽ സ്മോഗ് ആയിട്ടോ അതുപോലെ സ്നോ ആയിട്ടോ ഡ്യൂ ആയിട്ടോ ഒക്കെ, സ്മോഗ് അല്ല കേട്ടോ, സ്നോ ആയിട്ടോ താഴേക്ക് വരുവാണെങ്കിൽ അതിനെന്ത് പറയുന്നു? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നു. ഇതിലിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കണ്ടൻസേഷൻ നമ്മൾ പറഞ്ഞു വേപ്പർ ടു ലിക്വിഡ് ആണ്. ഇനി ഡിപ്പോസിഷൻ, വേപ്പർ ടു ഐസ് ക്രിസ്റ്റൽസ്. ഈ വേപ്പർ സ്നോ ആയിട്ട് വരുമ്പോൾ എന്താ? ഐസ് ക്രിസ്റ്റൽ ആണ് അല്ലേ? അത് ഈ സ്നോ മഞ്ഞ് വീഴുന്നത് ഈ തണുത്ത ഐസ് ക്യൂബ് പോലത്തെ ഓരോന്നായിരിക്കും. സോ അതിന് ഡിപ്പോസിഷൻ എന്ന് പറയുന്നു. സോ നമ്മൾ ഈ പ്രോസസ്സ് ഒന്നും കൂടി നോക്കാം. ഇത്രയും പ്രോസസ്സ് വാട്ടർ ഭൂമിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെന്താണ്? ഇവാപ്രേഷൻ. നമ്മൾ പറഞ്ഞു വെള്ളം വേപ്പറായി മാറുന്നു അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുന്നു. ദെൻ ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇടയിലൊക്കെ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്, അതിനാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഒരു വെള്ളം ചെടി എന്താ പറയുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ചെടി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. സോ ഭൂമിയിൽ വെള്ളമുണ്ട്, ഭൂമിയിൽ വെള്ളത്തിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെടികളൊക്കെ വെള്ളം എടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. ദെൻ കണ്ടൻസേഷൻ, വേപ്പർ ലിക്വിഡ് ആവുന്നു. അല്ലെങ്കിൽ ഡെപ്പോസിഷൻ, എന്താണ്? വേപ്പർ ഐസ് ക്രിസ്റ്റൽ ആവുന്നു. ദെൻ പ്രസിപ്പിറ്റേഷൻ, താഴേക്ക് മഴയായിട്ടോ സ്നോ ആയിട്ടോ ഡ്യൂ ആയിട്ടോ താഴേക്ക് വരുന്നു. സോ ഈ പ്രോസസ്സ് നടക്കുന്നതിനെയാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏകദേശം പ്രോസസ്സൊക്കെ മനസ്സിലാക്കി. ഇനി ബാക്കി എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് വരുന്നു എന്ന് നോക്കാം. In water runoff, the water flows over land as a surface water instead of being absorbed into the groundwater or evaporation. Some rainwater goes into the soil and the excess water runoff over the land surface which became a source of water for rivers and lakes and finally to the sea.
എന്ന് വെച്ചാൽ ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നിട്ട് ഒരുവിധം എല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ എന്ന പ്രോസസ്സിലൂടെ പോകുന്നു, മഴയാകുന്നു, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ചില എക്സസീവ് വാട്ടർ, ചില വാട്ടർ ഇവിടുന്ന് പോകുന്നില്ല. അങ്ങനെ നിൽക്കുന്ന വെള്ളമാണ് റിവറിലേക്ക് അതുപോലെ സീയിലേക്കൊക്കെ സോഴ്സ്. എന്ന് വെച്ചാൽ ആ വെള്ളം തിരിച്ചു പോവാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നതാ. അങ്ങനെയാണ് റിവർ, ലേക്ക് അങ്ങനെയുള്ളത് ഉണ്ടായതെന്നാണ് പറയുന്നത്. ദെൻ ഇനി വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ സോയിൽ ഇറോഷന് കാരണമാകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഭൂമിയുടെ മുകളിൽ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ മണ്ണ് ഒലിച്ചു പോകും വെള്ളത്തിനൊപ്പം. സോ സോയിൽ ഇറോഷൻ താനെ സംഭവിക്കാം. സോ സോയിൽ ഇറോഷന് കാരണമാകും. ദെൻ in sublimation process, a solid substance becomes gas without going through the liquid state. The solid water changes directly to the vapor phase. Evaporation occurs on the surface of a liquid when it changes to gas with increase in temperature, and it takes place throughout the nature from aquatic bodies and wet surfaces, the largest being from the ocean surface. നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ എങ്ങനെ ഉണ്ടാവുന്നത്, ഏതെങ്കിലും വെറ്റ് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ മുകളിൽ ഏത് തരത്തിലുള്ള വെള്ളങ്ങളും, ഇപ്പോൾ പ്ലാന്റിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും അത് രാവിലെ കണ്ട വെള്ളം ചിലപ്പോൾ ഉച്ചയ്ക്ക് അവിടെ വെള്ളം കണ്ടുവരണമെന്നില്ല, അത് ഇവാപറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. സോ ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു രീതിക്കാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്താ പറയുക, ട്രാൻസ്പിറേഷനും പറഞ്ഞു. വാട്ടർ ഈസ് മൂവിങ് ഫ്രം പ്ലാന്റ്സ് ടു അതർ പ്ലാന്റ്സ് ഓർ പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള മൂവ്മെൻറ്റ്, അതിനൊക്കെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുക. സോ ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നന്നായി ഓർത്ത് വയ്ക്കുക. ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സുകളാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് എന്ന് കൃത്യമായി ഓർത്ത് വയ്ക്കുക. നത്തിങ് മോർ. ഈ ഒരു എന്താ പറയുക, 1 2 3 4 പോയിന്റും 5 പ്രോസസ്സ് കൃത്യമായി പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു? ഇവാപറേഷൻ, ട്രാൻസ്പിറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഡെപ്പോസിഷൻ. ഇത്രയും ടോപ്പിക്ക് കൃത്യമായി പഠിച്ചു വെച്ചാൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോംസ് ഓഫ് വാട്ടർ ആണ്. വാട്ടർ എക്സിസ്റ്റ് ഓൺ ദ ലാൻഡ് ഇൻ ദ ഫോം ഓഫ് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ. സോ 3 ടൈപ്സ് ഓഫ് വാട്ടർ ഉണ്ട്. ഏതൊക്കെയാ? ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, മറൈൻ വാട്ടർ. ഈ 3 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് ഭൂമിയിലുള്ളത്. Then fresh water is very important to our lives. It is a universal solvent containing many soluble salts, is available in limited quantity. Salts in water are very important for aquatic vegetation. Brackish water has a dissolved salt content higher than fresh water, but not as much as in the sea water. It is mainly found in estuaries where a freshwater river meets the sea. Marine water is very saline and it covers more than 70% of Earth's surface and about 97% of total water. ഇപ്പോൾ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് വാട്ടർ ഉണ്ട്. 1 ഈസ് ഫ്രഷ് വാട്ടർ, ദെൻ ബ്രാക്കിഷ് വാട്ടർ, മറൈൻ വാട്ടർ. ഈ ഒരു വാട്ടറിനെ നമുക്ക് സോൾട്ടിൻ്റെ ബേസിൽ മനസ്സിലാക്കാം. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നോ സോൾട്ട്, അതിൽ സോൾട്ടേ ഇല്ല. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് സോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് സോൾട്ടുള്ള സ്ഥലം എന്തായിരിക്കും? ഈ എസ്റ്റുറീസ്, നമ്മൾ മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചു. എസ്റ്റുറീസ് റിവറും അതേപോലെ സീയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടെ എന്താ, റിവറിലെ ഫ്രഷ് വാട്ടർ ഉണ്ടാവും, സീയിലെ ഒരല്പം സീ വാട്ടറിലെ എന്താ പറയുക സോൾട്ട് വാട്ടറും ഉണ്ടാവും. സോ ഈ രണ്ടും കൂടി ജോയിൻ ആകുമ്പോൾ അവിടുത്തെ വെള്ളം എന്താ പറയുക സോൾട്ട് കുറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ളതിനാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുക. ഈ ബ്രാക്കിഷ് വാട്ടർ അക്വാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്രാക്കിഷ് വാട്ടർ ആണെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് 1 ഈസ് മറൈൻ വാട്ടർ, ദാറ്റ് ഈസ് സലൈൻ, കംപ്ലീറ്റ് സോൾട്ട് അതിലുണ്ട്, സീ വാട്ടറാണ്. സോ അതാണ് 97% ഓഫ് വാട്ടറും ഈ ഭൂമിയിലുള്ളത് സോൾട്ട് വാട്ടർ ആണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എർത്ത് സർഫേസിൽ 70% കവർ ചെയ്ത് നിൽക്കുന്നതും സാൾട്ട് വാട്ടർ ആണെന്നാണ് പറയുന്നത്. സോ 1 more ടൈം ഒന്നും കൂടി പറയാം. ഫോംസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? ബ്രാക്കിഷ് വാട്ടർ, ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ. ഫ്രഷ് വാട്ടർ എങ്ങനെയാണ്? നോ സാൾട്ട് അറ്റ് ഓൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അതാണ്. പക്ഷേ ഏറ്റവും കുറച്ചും ഈ ഫ്രഷ് വാട്ടർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുറേ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കൊടുന്ന് ഈ സാൾട്ട് വാട്ടർ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക ഫ്രഷ് വാട്ടറിലേക്ക് കഷ്ടപ്പെട്ട് ആക്കുന്നത്. സോ ഫ്രഷ് വാട്ടർ ഈസ് ലെസ് ഇൻ ദിസ് എർത്ത്. ദെൻ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത് കുറച്ച് സോൾട്ടും കുറച്ച്
ഫ്രഷ് വാട്ടറും കലർന്നിട്ടുള്ള വെള്ളം. ദെൻ മറൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സാൾട്ടാണ്. So that's a forms of waters, different types of waters. Then next one is over exploitation of surface and groundwater. That is the next topic. So നമ്മളിപ്പോൾ മൂന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്തു. മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now we are moving to fourth topic, that is over exploitation of surface and groundwater. Over-exploitation of surface water is there when the groundwater extracted is more than the water recharged into it. Groundwater is found in one of the two soil layers, of which one is nearer to earth's surface, called zone of aeration, where gaps between soil are filled with both air and water. Below is the saturation, in which gaps are filled only with water. The third layer is the groundwater. സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. എന്താ പറയുക, വാട്ടർ കൂടുതലുള്ള സ്ഥലത്ത്, സർഫേസിൽ ഒരുപാട് വാട്ടർ ഉണ്ടാവും. ആ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയില്ലേ. ഇപ്പം എന്താ പറയുക, ഒരുപാട് വാട്ടർ ഉള്ള സ്ഥലത്ത് നമ്മളത് എടുത്തു മാറ്റി അവിടുത്തെ വെള്ളം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരുപാട് വാട്ടർ കൂടുതലാക്കുക. ഈ രണ്ട് പ്രോസസ്സും ഓവർ എക്സ്പ്ലോയിറ്റേഷന് കാരണമാവും. ദെൻ ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് 2 സോയിൽ ലെയേഴ്സിലാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ 2 ലെയർ എപ്പോഴും ഓർത്ത് വെക്കണം. ഒന്ന് എന്താ പറയുക, എർത്തിൻ്റെ സർഫേസിൽ അടുത്തായിട്ടാണ്. അതിന് വിളിക്കുന്ന പേര് സോൺ ഓഫ് എയറേഷൻ എന്നാണ്. സോ ഈ എന്താ പറയുക, എർത്തിലുള്ള വാട്ടർ 2 ലെയർ ആയിട്ടാണുള്ളത്. ഒന്ന് എങ്ങനെയാണ്, സോൺ ഓഫ് എയറേഷൻ എന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് നിൽക്കുന്ന ആ ലെയറിലുള്ളത് സോൺ ഓഫ് എയറേഷൻ എന്നാണ് അതിനെ പറയുക. അവിടെ ഗ്യാപ്സ്, സോയിലിലെ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത് എയറും വാട്ടറും കൂടിയിട്ടാണെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ലെയർ ഈസ് സോൺ ഓഫ് എയറേഷൻ്റെ ആ ലെയറിനെയാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ സോയിൽ ആർ ഫില്ലഡ് വിത്ത് എയർ ആൻഡ് വാട്ടർ. അതിന് താഴെയുള്ളത് സോൺ ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സോൺ ഓഫ് എയറേഷൻ, നൗ ഈസ് സോൺ ഓഫ് സാച്ചുറേഷൻ. അത് ഓൺലി ഫില്ലഡ് വിത്ത് വാട്ടർ ആണ്, വെള്ളം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ലെയർ ആണ് ഗ്രൗണ്ട് വാട്ടർ. സോ സർഫേസ് വാട്ടറിൻ്റെ 2 ലെയറുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ കോൾഡ് സോൺ ഓഫ് എയറേഷൻ, ദെൻ രണ്ടാമത്തെ സോൺ ഓഫ് സാച്ചുറേഷൻ, ദെൻ തേർഡ് ലെയർ ആണ് ഗ്രൗണ്ട് വാട്ടർ. ഇനി ഇതെങ്ങനെയാണ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്രൗണ്ട് വാട്ടർ സപ്ലൈസ് വാട്ടർ ടു ദ പീപ്പിൾ ഫോർ ഡ്രിങ്കിങ്, ഇറിഗേഷൻ ആൻഡ് അതർ പർപ്പസ്. ഡിമാൻഡ് ഫോർ ഗ്രൗണ്ട് വാട്ടർ ഇൻക്രീസിംഗ് ആൻഡ് ഇറ്റ്സ് അവൈലബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ റെയിൻഫോൾ ആൻഡ് റീചാർജിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഇറ്റ് ഈസ് എ fact that due to man-made situations, a large part of population does not have access to safe drinking water. We extract more groundwater than it's recharging into the soil. മനസ്സിലായോ? നമുക്കറിയാം, നമ്മളെപ്പോഴും ഗ്രൗണ്ട് വാട്ടറാണ് യൂസ് ചെയ്യുക. നമ്മൾ കിണർ കുത്തി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് പ്യുവർ വാട്ടർ അല്ലേ. സോ ഇതില്ലാതാവുന്ന സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് റീചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ വെള്ളം ഇല്ലാതെയാവുകയാണ് ഭൂമിയിലത്തെ. സോ അങ്ങനെ അത് എക്സ്പ്ലോയിറ്റ് ആവുകയാണ്. Then next point, main reason for such a situation include lack of adopting water conservation methods, inefficient use, reduced groundwater recharge, poor quality of fresh water sources, etc. So ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്? include lack of adopting water conservation methods. ഒരുപാട് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. കുറേ നമ്മൾ ഡാംസ് ഇതൊക്കെ പണിയുന്നത് വാട്ടർ കൺസർവ് ചെയ്യാനാണ്. സോ അങ്ങനെയുള്ള മെത്തേഡ് ഇല്ലാതാവുമ്പോൾ, അതുപോലെ ഇൻഎഫിഷ്യൻറ്റ് യൂസ്, ആവശ്യമില്ലാതെ വെള്ളം യൂസ് ചെയ്യുക, അങ്ങനെ ഉണ്ടാവുമ്പോൾ, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഇല്ലാതാവുമ്പോൾ, അതുപോലെ പുവർ ക്വാളിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സിലെ പ്യുവർ എന്ന് വെച്ചാൽ പൊല്യൂഷൻ സംഭവിച്ചിട്ട് അവിടുത്തെ ക്വാളിറ്റി, വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതാവുമ്പോൾ, ഇതൊക്കെ ലാക്ക് ഓഫ് ഫ്രഷ് വാട്ടറിന് കാരണമാണ്. ഈ ഗ്രൗണ്ട് വാട്ടറിലുള്ള വെള്ളത്തിൻ്റെ ഇല്ലായ്മയ്ക്ക് കാരണമാകുന്ന ചില പോയിന്റ്സ് ആണിത്. നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്തായിരുന്നു? include lack of adopting water conservation methods, inefficient use, reduced groundwater recharge, poor quality of fresh water resources.
ഇനി വരുന്നത് സർഫേസ് വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സ്ട്രീംസ്, പോണ്ട്സ്, ലേക്സ്, റിസർവോയേഴ്സ്, കനാൽസ് എക്സെട്ര. സോ നമ്മൾ പറഞ്ഞു ആദ്യം എന്തായിരുന്നു, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, സർഫേസ് വാട്ടർ ഉണ്ട്. സർഫേസ് വാട്ടർ 2 ലെയറിലാണ്, സോൺ ഓഫ് എയറേഷൻ, സോൺ ഓഫ് സാച്ചുറേഷൻ. 3rd ലെയറാണ് ഗ്രൗണ്ട് വാട്ടർ. സോ ഗ്രൗണ്ട് വാട്ടർ എന്താ, നമ്മൾ വെള്ളം എന്താ പറയുക കിണറൊക്കെ കുഴിച്ച് വെള്ളം എടുക്കുന്ന അത്രയും ഗ്രൗണ്ടിങ്, അടിയിൽ പോയിട്ട് കഷ്ടപ്പെട്ട് എടുത്തു കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക ബോർ ചെയ്ത കിണർ ഉണ്ടാക്കുന്നു വെള്ളം അടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ആ പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം സർഫേസ് വാട്ടർ ഉണ്ട്. ഈ സർഫേസ് വാട്ടർ ഏതൊക്കെയാണ്, ലേക്ക്, പോണ്ട്, സ്ട്രീം, റിസർവോയർ, കനൽ, ഇതിലൊക്കെ ഉള്ളതാണ് സർഫേസ് വാട്ടർ. ഞാൻ പറഞ്ഞു മുമ്പ് എക്സസീവ് ആയിട്ടുള്ള വെള്ളം വരുമ്പോൾ അത് കെട്ടി നിന്ന് ഉണ്ടാവുന്നതാണ് ലേക്സ്, സ്ട്രീംസ്. സോ അവർ ഒരിക്കലും പ്യുവർ ആയിരിക്കില്ല, കാരണം പല സ്ഥലത്തു നിന്ന് എക്സസീവായിട്ട് ഒഴുകി വന്ന് കെട്ടിക്കെടുക്കുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി അതിന് പൊല്യൂഷൻ ഉണ്ടാവാം. അതുകൊണ്ടാണ് ആളുകൾ അത് അധികം യൂസ് ചെയ്യാത്തത്. അത് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യും. അതുപോലെ ഇലക്ട്രിസിറ്റി, വീട്ടിൽ നമുക്കറിയാം ഡാമിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. സോ ആ ഒരു വെള്ളത്തിന് എങ്ങനെ പൊല്യൂഷൻ സംഭവിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. അതും ഇത് സെയിം മോഡലിലാണ്, എന്ന് വെച്ചാൽ ലെസ് വാട്ടർ കൺസ്യൂമിങ് ഇല്ലാതെ വളരെയധികം വെള്ളം യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കൺസർവേഷൻ മെഷേഴ്സ് ഇല്ലാത്തത്, അതുപോലെ ഓൾട്ടറിങ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഒക്കെ, എന്ന് വെച്ചാൽ ഇറിഗേഷൻ പർപ്പസിനൊക്കെ വെള്ളം കൂടുതലായി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക സർഫേസ് വാട്ടറുകൾക്കും എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻഡസ്ട്രീസിൽ ഇപ്പം നമുക്കറിയാം, ഇൻഡസ്ട്രീസിൽ ഒരിക്കലും എന്താ പറയുക കിണർ കുത്തിയിട്ടൊക്കെ വെള്ളം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ലേക്ക്, അടുത്തുപോലെ റിവറൊക്കെ ഉണ്ട്, ലേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം യൂസ് ചെയ്യും. സോ അതും അതിനൊരു ഇതാണ്. അതുപോലെ തന്നെ ഇതിലത്തെ വേസ്റ്റ് എന്ത് ചെയ്യും, ഇതേ ഇൻഡസ്ട്രീസിലുള്ള വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റുകളൊക്കെ ഇതുപോലെ റിവേഴ്സിൽ വന്ന് കിടക്കും. സോ അത് പൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ ഇതാണ് ഈ ഒരു ഇതിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇത്രയും പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ഡീഗ്രേഡേഷൻ ഓഫ് വാട്ടർ സോഴ്സസ്. ഡീഗ്രേഡേഷൻ ഓഫ് വാട്ടർ സോഴ്സസ് ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് അതിൽ വരുന്നത്. വാട്ടർ സോഴ്സസ് എങ്ങനെയൊക്കെ നശിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു പൊല്യൂഷൻ മെയിൻ പ്രോബ്ലമാണ്. എന്താ പറയുക, നമ്മുടെ വേസ്റ്റ്, എന്താ പറയുക വീട്ടിലുള്ള വേസ്റ്റ് പോലും ഇന്ന് വെറുതെ പലരും എന്താ പറയുക പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് കായലിലോ പുഴയിലൊക്കെ കൊണ്ടുപോയി കളയുന്ന ഒരു അവസ്ഥയാണിന്ന്. സോ പൊല്യൂഷൻ ഒന്നാമത്തെ കാര്യം. പൊല്യൂട്ടഡ് ഡ്യൂ ടു മിക്സിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ്. നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് വേസ്റ്റസ് ഇങ്ങനെ കൊണ്ടുപോയി കളയുന്നു. അറ്റ് ദ സെയിം ടൈം ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് എന്താ പറയുക പൈപ്പ് ഇട്ടിട്ടൊക്കെ ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ വേസ്റ്റ് ഇങ്ങനെയുള്ള നല്ല നല്ല വാട്ടർ റിസോഴ്സിൽ കൊണ്ടുപോയി കളയുകയാണ് ഇന്ന് ചെയ്യുന്നത്. സോ അതൊരു മേജർ കാരണമാണ്. സോ അതെന്തുകൊണ്ടുണ്ടാവും, അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സൊക്കെ കണ്ടുപിടിച്ച് പുതിയ ടെക്നോളജി വന്നിരിക്കുന്നത്. സോ ദ മെയിൻ റീസൺ എന്താണ്, പോപ്പുലേഷൻ കൂടുന്നു, അർബനൈസേഷൻ വരുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു. ഇതെല്ലാമാണ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ്, ഈ ഒരു പ്രോസസ്സ് കൊണ്ട് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സോയിൽ ഇറോഷൻ എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സോ അതൊന്ന് മെൻഷൻ ചെയ്തു പോവാം. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്. ഇപ്പോൾ മേ ബി ഒരു എസ്സേ ചോദിക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ഇതിന് ബേസ് ചെയ്ത് വരുന്ന എല്ലാ കണ്ടന്റും എഴുതാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് വെരി സിമ്പിൾ 2 ടോപ്പിക്കാണ്, ഫ്ലഡ് ആൻഡ് ഡ്രൗട്ട്. ഫ്ലഡ് എന്താ, ഡ്രൗട്ട് എന്താ, രണ്ടും ഓപ്പോസിറ്റ് ആണല്ലേ. ഇപ്പോൾ വെള്ളം കവിഞ്ഞൊഴുകുന്നതാണ് ഫ്ലഡ് എങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഡ്രൗട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഫ്ലഡ് എന്താ നോക്കാം. ഫ്ലഡ്സ് ആർ caused when there is an overflow of a large volume of water above its normal limits and are among the most common of all natural calamities which leave many harmful effects on the people. More than 20,000 lives are lost due to floods every year around the world. In India, on an average, there is a loss of about rupees 600 million every year on this account. റുപ്പീസ്, അവിടെ ആ ഒരു റുപ്പീസിൻ്റെ ആവശ്യമില്ല. 600 million every year on this account. Besides loss of lives, the adverse effect of floods can be reduced by taking steps such as having a better floods warning system, making dams and reservoirs at the required places.
സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്ലഡ് എങ്ങനെയാണ്, ഓവർഫ്ലോ ആണ് വെള്ളത്തിൻ്റെ. ഓൾമോസ്റ്റ് 20,000 പേരെങ്കിലും ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ ഒരു വേൾഡിൽ തന്നെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. ₹600 മില്യൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രയും പൈസ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. എക്കണോമിക്കലിയും എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ ഫ്ലഡ് കണ്ടു, ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായി അല്ലേ, വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി. സോ എല്ലാ വീടുകൾക്കും 1 ലക്ഷം 2 ലക്ഷം രൂപയോളം സഹായിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഇതൊരു എക്കണോമിക്കലി എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ അങ്ങനെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഫ്ലഡ് എന്നാണെന്ന് പറയുന്നത്. സോ ഇത് എന്താ പറയുക, ഈ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ ബെറ്റർ ഡാംസ്, അതുപോലെ റിസർവോയേഴ്സ്, ഇതൊക്കെ, അതുപോലെ വാർണിംഗ് സിസ്റ്റം, ഫ്ലഡ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും വാൺ ചെയ്ത് ജനങ്ങളെ അതിനായിട്ട് സജ്ജമാക്കാനുള്ളൊരു കഴിവ് എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻട്രൊഡ്യൂസിങ് വാട്ടർ സ്റ്റോറേജ് ഏരിയാസ്, സ്ട്രെങ്തനിങ് റിവർ എംബാങ്ക്മെൻറ്റ്, കൺസ്ട്രക്ടിങ് ബിൽഡിംഗ് അറ്റ് എബവ് ഫ്ലഡ് ലെവൽസ്, allowing rivers to natural courses, regular desilting of rivers, diverting flood waters into the canal, having effective flood management techniques. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഡിനെ ഏകദേശം മാനേജ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഒരു നല്ല വാട്ടർ സ്റ്റോറേജ് ആയൊരു സ്ഥലം കണ്ടുപിടിക്കുക, അതുപോലെ റിവറിൻ്റെ എൻബാങ്ക്മെൻറ്റ് എന്ന് വെച്ചാൽ റിവർ തിരിച്ചു വിടുക എന്ന് പറയില്ലേ. ഇപ്പോൾ വെള്ളം കനാലിൽ കനാൽസിലേക്ക് എത്തിക്കുക, അതുപോലെ റിവേഴ്സ് തിരിച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ ഓവർഫ്ലോ ഇല്ലാതാക്കുക, അതുപോലെ ആളുകളെ അലേർട്ടാക്കുക. ഇതൊക്കെ ഫ്ലഡിൽ ഇത്രയും ലോസ് ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി drought has long period of abnormal low rainfall, dry weather in areas which expect more rainfall. It leads to shortage of water. So drought is different from dry climate in area, and the situation often continues for years. So this calamity develops slowly and lasts long. It affects more poor people of developing countries. So drought എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലോങ് പീരീഡിൽ ഉണ്ടാവുന്നതാണ്. അതൊരു ഡ്രൈ ക്ലൈമാറ്റ് പോലെയല്ല. ഡ്രൗട്ട് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റിംഗ് ലോങ് പീരീഡാണ്, ഒരുപാട് കാലം നിൽക്കും. സോ അത് പീപ്പിൾസിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. രാജസ്ഥാനിലൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. ദ റൗട്ട് ഓഫ് രാജസ്ഥാൻ ഇൻ 2000 ബ്രോട്ട് ഗ്രേറ്റ് ഡിസ്ട്രസ് ടു ദ പീപ്പിൾ ആൻഡ് ഇറ്റ് എഫക്റ്റഡ് 33 മില്യൺ പീപ്പിൾ ആൻഡ് 40 മില്യൺ കാറ്റിൽ. എന്ന് വെച്ചാൽ രാജസ്ഥാനിലുള്ള അത്രയും ആളുകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് കുറേ എക്കണോമിക്കൽ പ്രോബ്ലംസും ഉണ്ട്. അവിടെ ക്രോപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, നേരെ വെള്ളം കിട്ടില്ല, ലൈഫ്സ് നഷ്ടപ്പെടും, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ ഡ്രൗട്ട് ഈസ് ഓൾസോ എ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ടു സൊസൈറ്റി. അപ്പോൾ ഫ്ലഡ്, ഡ്രൗട്ട് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തു. ഇനി വരുന്നത് വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷേഴ്സ്. വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷേഴ്സ് എന്താ? നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. സോ നമുക്കിതൊക്കെ കീപ്പ് ചെയ്ത് വെക്കണം. വെള്ളം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു റിസോഴ്സാണ് ജീവിക്കാൻ. സോ ഇതെങ്ങനെ കീപ്പ് ചെയ്ത് കൺസർവ് ചെയ്ത് വെക്കാം, അതാണ് ഇനി നോക്കേണ്ടത്. Water harvesting means capturing rainwater and avoid its runoff. It is storage of rainwater for using it later and its recharge into the ground. Water harvesting can be done by capturing runoff from the rooftops, collecting water in pond and reservoirs, and watershed management. Water harvesting techniques provide water for drinking, irrigation, and has groundwater recharge, reduce recharge, tackling floods and overloading sewage treatment plants. Many traditional harvesting methods being used include johats, talabs, and kunds, etc. Bamboo drip irrigation methods are used in northeastern hills, and kulls are being used in areas such as Spiti in Himachal Pradesh. Our Rashtrapati Bhavan has an underground tank with a capacity of 1 lakh liter water to store water for low quality use. So water harvesting measure എന്താ? Capturing rainwater and collect it. എന്ന് വെച്ചാൽ റെയിൻ കൂടുതലായി ഒഴുകുമ്പോഴാണ് ഫ്ലഡ് ഉണ്ടാവുന്നത്. അറ്റ് ദ സെയിം ടൈം റെയിൻ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു വാട്ടർ കൺസർവേഷൻ കൊണ്ട് 2 കാര്യമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടുത്തും. സോ അതിൻ്റെ ഒഴുക്ക് തടയണം. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് യൂസ്ഫുള്ളും ആകണം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അങ്ങനെ കൺസർവ് ചെയ്ത് വാട്ടർ വെക്കുന്നതിനെയാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പോൺസിലെ, റിസർവോയ്സിലെ, അതുപോലെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ റൂഫ് ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ പണ്ടൊക്കെ കുണ്ടൊക്കെ ഉണ്ടാക്കി, കുഴിയൊക്കെ ഉണ്ടാക്കി കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലെ വെള്ളം നമ്മൾ ചെടിക്കൊക്കെ നനയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് റീയൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു ടെക്നിക്കിനെയാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷർ എന്ന് പറയുന്നത്. പണ്ട് കുണ്ട്, ജൊഹദ്, തലാബ് അങ്ങനെ പറഞ്ഞുള്ള
മെത്തേഡ്സ് ഉണ്ടായിരുന്നു. താലം എന്ന് പറഞ്ഞാൽ കുളങ്ങളൊക്കെ അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് നോർത്ത് ഈസ്റ്റേൺ ഹില്ലിൽ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി, നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ അണ്ടർ ഗ്രൗണ്ടിൽ ഒരു ടാങ്ക് ഉണ്ടെന്നും അതിൽ 1,00,000 ലിറ്റർ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേസിൽ തന്നെ അത്രയും വലിയൊരു കപ്പാസിറ്റി ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷർ എന്താ? കൺസർവിങ് വാട്ടർ ഫ്രം റെയിനിൽ നിന്നാണ് നമ്മൾ വാട്ടർ കൺസർവ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ക്യാപ്ചറിങ് റെയിൻ വാട്ടർ ആൻഡ് അവോയ്ഡ് ഇറ്റ് റൺ ഓഫ് എന്ന് വെച്ചാൽ ഒഴുകി പോകുന്നത് തടഞ്ഞ് ക്യാപ്ചർ ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്ലഡൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് മെഷർ. നെക്സ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്. Water scarcity is one of the biggest challenges facing the whole world, and the amount of safe drinking water for people is reducing day by day. It endangers our livelihoods and threatens our lives. Water quality is becoming poorer. United Nations Population Fund reports 2001 mentions about severe water scarcity to about a third of world's population in the next 25 years. So it is necessary that this situation is tackled by properly manageable water resources. So വാട്ടർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൺസർവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമുക്കിത് മാനേജ് ചെയ്യണം. വാട്ടർ സ്കാർസിറ്റി ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കൈ കഴുകാനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയായിരുന്നു, വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പിള്ളേർ പറയായിരുന്നു 3-ാം ലോക മഹായുദ്ധം ഇനി വെള്ളത്തിന് വേണ്ടിയായിരിക്കുന്നു. വെറുതെ ഏതോ ഒരു ന്യൂസിൽ കേട്ടതാണ്, ബട്ട് അതിങ്ങനെ സ്പ്രെഡായി. ബി ആവാം അല്ലേ? ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. വാട്ടർ സ്കാർസിറ്റി ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടറിൻ്റെ അതെന്തുകൊണ്ടാണ്? വേസ്റ്റേജ് യൂസാണ് അല്ലേ? യൂസ് ചെയ്യാതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു കൺസർവേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നടത്താം, എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്സ്, കുറച്ച് 3 മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഡിസാലൈനൈസേഷൻ ഓഫ് സീ വാട്ടറിൽ നിന്ന് ഉപ്പ് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളം ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ ഉപ്പ് എന്താ പറയുക, സോൾട്ട് വാട്ടറിലേക്ക് നമ്മൾ എങ്ങനെയായാലും ഡിപ്പെൻഡ് ചെയ്യപ്പെടും. സോ അതിനൊരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സീ വാട്ടർ ഈസ് ഡിസ്റ്റിൽഡ് ബൈ സോളാർ എനർജി ആൻഡ് ഗുഡ് ക്വാളിറ്റി ഫ്രഷ് വാട്ടർ ഒബ്റ്റെയിൻഡ്. ഡിസ്റ്റിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതോ സബ്ജക്റ്റിൽ. എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ സോൾട്ട് മാറ്റി നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടും എന്നാണ് പറയുന്നത്. Desalinization is a process of removing salt from the sea water, and such methods are being in places such as Bhavanagar, Gujarat, and in Churu, Rajasthan. എന്ന് വെച്ചാൽ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ്. എങ്ങനെ? സൺ റേസ് യൂസ് ചെയ്യുന്നു. എന്തിന്? വാട്ടറിനെ ഇവാപ്രേറ്റ് ചെയ്യാൻ. നമ്മൾ പറഞ്ഞു ഇവാപ്രേഷൻ എന്ന പ്രോസസ്സിലൂടെ വെള്ളം അവിടെ എത്തുന്നു, ദെൻ കണ്ടൻസേഷൻ നടക്കുന്നു, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു. സോ അതുപോലെ തന്നെ വാട്ടറിനെ ഇവാപ്രേറ്റ് ചെയ്യുന്നു, ദെൻ ഫ്രഷ് വാട്ടർ റെയിനായിട്ട് താഴെ വരുന്നു. അങ്ങനെയാണ് ആ ഒരു മെത്തേഡ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ദെൻ റെഡ്യൂസിങ് ഓവർ കൺസപ്ഷൻ, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം, വെറുതെ വെള്ളപ്പൈപ്പൊക്കെ തുറന്നിട്ടിട്ട് പോകില്ല ആൾക്കാർ. എത്രയോ സ്ഥലത്ത് നിന്ന് പൊട്ടിക്കിടക്കുന്നു. വാട്ടർ സ്കാർസിറ്റി എന്നൊരു ന്യൂസ് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് വെള്ളം പോകുന്നത്. സോ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുക. ദെൻ വേസ്റ്റ് വാട്ടറിൻ്റെ എന്തായിരിക്കും? ഒരുപാട് വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്. സോ ഇന്ന് അതിന് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ട്. സോ ആ വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക. സോ ദീസ് ആർ ദ 3 മെത്തേഡ്സ് ദാറ്റ് ടു കൺസർവ് വാട്ടർ. ഓക്കെ, ഇതാണ് ഈ ഒരു വാട്ടർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുന്നത്. സോ വാട്ടർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ എന്തൊക്കെയോ പ്രോസസ്സുകൾ പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവുന്നത്, ചേഞ്ചസ് അഗ്രികൾച്ചറിൽ വരുന്ന ഫോംസ് ഓഫ് വാട്ടർ എന്തൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നതാണ് ലാൻഡ് ഈസ് എ നോൺ റിന്യൂവബിൾ സോഴ്സ്. സോ നോൺ റിന്യൂവബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വട്ടം യൂസ് ചെയ്താൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുക. സോ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ക്യാൻ നെയ്തർ റീജനറേറ്റഡ് നോർ എക്സ്പാൻഡഡ്.
എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ റിന്യൂ ചെയ്യാനും പറ്റാത്ത ഒന്നിനെയാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുക. സോ ലാൻഡ് റിസോഴ്സസ്. ലാൻഡ് പ്രൊവൈഡ് ഹാബിറ്ററ്റ് ഫോർ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ലൈഫ് വേരിയസ് other human and animal activities. Pressure is increasing on land with increase in human population. Indiscriminate cutting of trees also cause damage to the soil quality. സോ ലാൻഡിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുന്തോറും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലാൻഡ്. സോ ഈ ഒരു ഓവർ പോപ്പുലേഷൻ ലാൻഡിൻ്റെ യൂസിങ്ങിന് കൂടുതൽ എന്ന് വെച്ചാൽ ലാൻഡിൽ വലിയൊരു പ്രഷർ കൊടുക്കുന്നതാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം കട്ടിങ് ഓഫ് ട്രീസ് അത് സോയിൽ ക്വാളിറ്റീനെ ഇല്ലാതാക്കും. ഈ രണ്ട് പ്രോസസ്സ് ലാൻഡ് റിസോഴ്സസിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റ് ആണെന്നാണ് പറയുന്നത്. Then soil resources. Soil is the uppermost layer of the land which has minerals, water, air, organic matter and other organisms. So soil is more important അല്ലേ? ഈ മരം നിൽക്കണമെങ്കിലും അതുപോലെ തന്നെ ചെടികൾ വളരണമെങ്കിലും ഒക്കെ സോയിൽ വേണം. സോയിലിന് നല്ല ഫലപുഷ്ടി ഉണ്ടാവണം എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. സോ സോയിൽ എന്ന് പറയുന്നത് ലാൻഡിൻ്റെ അപ്പർമോസ്റ്റ് ലെയറാണ്. ഈ അപ്പർമോസ്റ്റ് ലെയറിലാണ് മിനറൽസ്, വാട്ടർ, ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതർ ഓർഗാനിസം എല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ടീരിയ, ഫംഗസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോയിലാണ്. ഇതുകൊണ്ടാണ് ഡീകമ്പോസിഷനൊക്കെ നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം മിനറൽസിൻ്റെ വാട്ടർ ഉണ്ട്. വാട്ടർ എന്തിനാണ്? നമുക്ക് ചെടികൾക്കും എല്ലാം വെള്ളം ആവശ്യമാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ടു ഇവാപറേഷൻ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സസ്. സോ സോയിൽ അങ്ങനെയാണ്. സോയിലിൻ്റെ ഡിഫറെൻറ്റ് മേജർ ടൈപ്സ് ഓഫ് സോയിൽസ് ആണ് ഇനി പറയാൻ പോകുന്നത്. മേജർ ടൈപ്സ് ഓഫ് സോയിൽസ് എന്ന് പറയുന്നത് റെഡ് സോയിൽ, ദ ലോമി സോയിൽ, ബ്ലാക്ക് സോയിൽ, ലോ ഫെർട്ടിലിറ്റി സോയിൽ, ഹൈ ഫെർട്ടിലിറ്റി സോയിൽ. ഇതൊക്കെ മേജർ സോയിൽസ് ആണ്. സോ അതിൽ ലോ ഫെർട്ടിലിറ്റി സോയിലൊക്കെ കാണുന്നത് ഡിസേർട്ട് റീജിയനിലായിരിക്കും. ഡെസേർട്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ലോ ഫെർട്ടൈൽ സോയിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഫെർട്ടൈൽ സോയിൽ എന്ന് പറയുന്നത് വെറ്റ് ലാൻഡുകളിലായിരിക്കും. വെറ്റ് ലാൻഡ് എന്താ? ഈ വെള്ളം നനഞ്ഞു കിടക്കുന്ന ചതുപ്പ് നിലങ്ങൾ പോലത്തെ അല്ലെങ്കിൽ വെള്ളം എപ്പോഴും ഉള്ള സ്ഥലങ്ങളിലായിരിക്കും നല്ല ഹൈ ഫെർട്ടൈൽ സോയിൽ ഉണ്ടാവുന്നത്. അത് ഏതൊക്കെ സ്ഥലം? ഡെൽറ്റാസ് ഓഫ് ഗംഗ, ഗോദാവരി, കൃഷ്ണ, കാവേരി ആൻഡ് കേരള റിവർ ബേസിൻസ് എല്ലായിടത്തും, അതുപോലെ മൗണ്ടൈനസ് ഹിമാലയ റീജിയൻ അവിടെയെല്ലാം നല്ല ഫെർട്ടൈൽ സോയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയുള്ളത് പ്രോസസ് ഇൻവോൾവ് ഇൻ സോയിൽ ഫോർമേഷൻ. നമുക്കറിയാം ലാൻഡിൻ്റെ മുകളിൽ ഒരു അപ്പർ ലെയർ എങ്ങനെ വന്നു, അവിടെ ഒരു സോയിൽ എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങനെ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ അത് ഉത്ഭവിച്ചു വന്നു, അതിൻ്റെ കുറച്ച് പ്രോസസ്സ്, സോയിൽ ഉണ്ടാവുന്ന ചില പ്രോസസ്സാണ് പറയുന്നത്. അതിനാണ് വെതറിങ് ഓഫ് റോക്സ് എന്ന് പേര് പറയുന്നത്. സോ നാച്ചുറൽ പ്രോസസ് വിച്ച് റിസൾട്ട് ഇൻ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് ആർ കോൾഡ് വെതറിങ് വിച്ച് ഇൻക്ലൂഡ് ബ്രേക്ക് ഡൗണിങ് ഓഫ് റോക്സ് ഓർ മിനറൽസ് ഓർ ദ സർഫേസ് ഓഫ് ദ എർത്ത്. ഈ വെതറിങ് ഓഫ് റോക്സ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ വലിയ വലിയ റോക്കുകൾ ഡിസിൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരുക. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ എന്താ? വിട്ടുപോവുക. അങ്ങനെ പൊടിഞ്ഞ് വിട്ടുപോയിട്ട് സോയിലായി മാറുക. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് വെതറിങ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. സോ ഇതിലൊരു 3 ടൈപ്പ് വെതറിങ് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ വെതറിങ്, സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ വെതറിങ്, ദെൻ മിനറലൈസേഷൻ ആൻഡ് ഹ്യൂമിഫിക്കേഷൻ. ദെൻ ഫസ്റ്റ് വൺ വായിച്ചു നോക്കാം. Physical weathering are due to changing temperature on rocks which cause breaking of the rock. In cold weather, the water in rock crevices freezes and the rock expands which causes breaking up of the rock, and the broken parts are further break down in smaller pieces when those roll down the slopes. Wind also causes physical weathering by carrying sand particles to the rock surface. So temperature കൂടുമ്പോൾ റോക്സ് എന്തായും ബ്രേക്ക് ചെയ്യും, അങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം കോൾഡ് കൂടുമ്പോൾ ഇത് ഫ്രീസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. സോ ഈ രണ്ട് പ്രോസസ്സ് അത് നാച്ചുറൽ ആണ്. ചിലപ്പോൾ വിൻഡ് ഈ സാൻഡ് പാർട്ടിക്കിൾസ് കൊടുന്നിട്ട്, സോ വിൻഡും ഒരു പാർട്ടാണ് ഈ ഒരു പ്രോസസ്സിൽ. സോ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ടെമ്പറേച്ചർ കൂടിയിട്ട് റോക്ക് ബ്രേക്ക് ചെയ്ത് പാർട്ടിക്കിൾസ് ആയി മാറുന്നതും അറ്റ് ദ സെയിം ടൈം കോൾഡ് കൂടിയിട്ട് റോക്സ് ഫ്രീസ് ആയിട്ട് ബ്രേക്ക് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ വെതറിങ്. ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് കോസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ വെതറിങ്. സോ ഒരു തരം കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് റോക്സ് ബ്രേക്ക് ചെയ്യുക, അതിനാണ് കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. വാട്ടർ ആൻഡ് ഇറ്റ് ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് ക്യാൻ കോസ് കെമിക്കൽ ചേഞ്ചസ് ബിക്കോസ് ഓഫ് റിയാക്ഷൻ ഓഫ് ദ കമ്പോണൻസ് ഓഫ് റോക്ക് materials. Hydrolysis is the chemical breakdown of substance when it is combined with water. Some other means of chemical weathering include oxidation, carbonation. So ചിലപ്പോൾ വാട്ടർ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് അതൊരു കെമിക്കൽ ചേഞ്ചിന് കാരണമാവാം. സോ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞത് ഒരു കെമിക്കൽ ബ്രേക്ക് ഡൗൺ ആണെന്നും അത് വാട്ടറിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്യപ്പെടുമ്പോൾ ഒരു കെമിക്കൽ വെതറിങ് സംഭവിക്കുന്നു എന്ന് പറയുന്നു. അതുപോലത്തെ മറ്റ് കെമിക്കൽ വെതറിങ് ആണ് ഓക്സിഡേഷൻ, കാർബണേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ കെമിക്കൽസ്, ഹൈഡ്രോളിസ്, വാട്ടർ അതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ കാർബണേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ, ഇങ്ങനെയുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിനറലൈസേഷൻ ആൻഡ് ഹ്യൂമിഫിക്കേഷൻ. ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്. മിനറലൈസേഷൻ എന്ന് പറയുന്നത് എനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ഡെഡ് ആവും, അല്ലേ? നമ്മളെല്ലാവരും ഡെഡ് ആവും. സോ ഈ മരണം കഴിഞ്ഞിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യും. ബാക്ടീരിയ ഒക്കെ വന്ന് നമ്മൾ മണ്ണിൽ അലിഞ്ഞു ചേരും, അല്ലേ? ആ ഒരു പ്രോസസ്സിൽ മിനറൽസ് മണ്ണിനോട് ചേരും. ആ പ്രോസസ്സിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യും. ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് വന്നിട്ട് നമ്മളൊക്കെ ഡീകമ്പോസ് ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ശരീരത്തിലുള്ള കുറേ മിനറൽസ് ഉണ്ടല്ലോ, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അതിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ മിനറലൈസേഷൻ പ്രോസസ്സിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മിനറലൈസേഷൻ കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടാവും. അതങ്ങനെ പെട്ടെന്നൊന്നും ഡീകമ്പോസ് ആവില്ല. അതിനെയാണ് ഹ്യൂമസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുക. സോ വൺ മോർ ടൈം ഐ വിൽ ടെൽ. എന്താണ്? ഇപ്പം ഞാനായാലും നിങ്ങളായാലും മരണപ്പെടുമ്പോൾ ഡീകമ്പോസ് ചെയ്യും. മൈക്രോ ഓർഗാനിസംസ് വന്ന് നമ്മളെ ഡീകമ്പോസ് ചെയ്യും. ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറേ മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് മണ്ണിനോട് ചേരും. ഇതിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുക. ഈ സമയത്ത് ഡീകമ്പോസ് ചെയ്യാത്ത ചില പാർട്സ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അതിനെ ഹ്യൂമസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. നൗ ചേഞ്ചസ് കോസ്ഡ് ബൈ അഗ്രികൾച്ചർ ആൻഡ് ഓവർ ഗ്രേസിങ്. ഈ അഗ്രികൾച്ചർ കൊണ്ടും അതുപോലെ ഓവർ ഗ്രേസിങ് കൊണ്ടും ഉണ്ടായ ചില മാറ്റങ്ങൾ, അത് നമ്മുടെ മണ്ണിൻ്റെ എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ട് അഗ്രികൾച്ചർ നടത്തുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ക്രോപ്പ് അങ്ങോട്ട് നമ്മളിങ്ങനെ വിത്ത് വിതച്ചു, അത് കഴിഞ്ഞ് ആ ഒരു സീസൺ മാറി, പിന്നെ അടുത്തത് വിതയ്ക്കുന്നു, ദെൻ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അത് സോയിലിൻ്റെ ന്യൂട്രീഷ്യൻസ് അതുപോലെ ഫെർട്ടിലിറ്റി ഇല്ലാതാക്കും. സോ അതൊരു എന്താ പറയുക, ത്രെറ്റ് ടു സോയിലാണ്. സോയിലിൻ്റെ ഫെർട്ടിലിറ്റിക്ക് ഒരു ത്രെറ്റാണ്. അറ്റ് ദ സെയിം ടൈം ഓവർ ഗ്രേസിങ്. എന്താണ് ഓവർ ഗ്രേസിങ്? എനിമൽസ് ഫോർ ദ ഗ്രേസിങ്. അതെന്താ? യൂസ്ഫുൾ, ഈ ഒരു ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. സോ വൺ ഈസ് അഗ്രികൾച്ചറും അതുപോലെ ഓവർ ഗ്രേസിങ്ങും ചെയ്യുമ്പോൾ ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂസ്ഫുൾനെസ് ലാൻഡിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ യൂസ്ഫുൾനെസ് ഓഫ് ലാൻഡ് ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. ഇനി including excessive further changes also occur due to modern agriculture, excessive irrigation, salination, water logging from rise in water table, depletion of groundwater resources, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഈ ഇറിഗേഷൻ എക്സസീവ് വാട്ടർ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നാച്ചുറൽ എൻവിയോൺമെൻറ്റിന് ഒരു ത്രെറ്റ് ആണെന്നാണ് പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഈ ഒരു പോയിന്റ് രണ്ടെണ്ണം വാട്ടറിനെ ബേസ് ചെയ്ത് മാത്രമല്ല വരുന്നത്. ബിക്കോസ് അഗ്രികൾച്ചർ ആൻഡ് ഓവർ ഗ്രേസിങ്ങിൽ എക്സസീവ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് വാട്ടറിനെ നഷ്ടം സംഭവിക്കുന്നു. പെസ്റ്റിസൈഡ്സിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ദെൻ ഇത് ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾസും എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾസ് നശിക്കാനുള്ള കാരണമാകുന്നു. ഇതെല്ലാം ഈ അഗ്രികൾച്ചറിൻ്റെയും ഓവർ ഗ്രേസിങ്ങിൻ്റെയും കാരണമാണ്. ഇനി ലാൻഡ് ഡീഗ്രേഡേഷൻ. ലാൻഡ് ഡീഗ്രേഡേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ബയോഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്രോസസ് ആക്ടിങ് അപ്പോൺ ദ ലാൻഡ്. എന്ന് വെച്ചാൽ ഈ ഒരു ലാൻഡ് ഡീഗ്രേഡേഷൻ സംഭവിക്കുന്നത് തന്നെ ഹ്യൂമൻസിൻ്റെ ഒരു എന്താ പറയുക ആക്ടിവിറ്റി കൊണ്ടാണ്. ഹ്യൂമൻസ് ലാൻഡ്സ് കൃത്യമായി യൂസ് ചെയ്യാതെ അതിൻ്റേതായ എന്താ പറയുക ഡീഫോറസ്റ്റേഷൻ, അതുപോലെ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? ലാൻഡിന് ഡീഗ്രേഡേഷൻ, ലാൻഡ് നശിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ലാൻഡ് ഡീഗ്രേഡേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുക
കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡിഫോറസ്റ്റേഷൻ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഓർ പെസ്റ്റിസൈഡ്സ്, ഓവർ ഗ്രേസിംഗ്, മൈനിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഡാമിംഗ് റിവേഴ്സ്, ഹ്യൂമൻ സെറ്റിൽമെന്റ്, salination, water logging, etc. Also, there are many natural disasters, droughts, floods, landslides, earthquakes, which cause land degradation. So, land degradation എന്താ? മനുഷ്യന്റെ പ്രവൃത്തിയാൽ ലാൻഡിൽ സംഭവിക്കുന്ന കുറേ എന്താ പറയുക, ലാൻഡ് വളരെയധികം നശിക്കുന്ന സിറ്റുവേഷൻ, അതിനാണ് ലാൻഡ് ഡിഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? ഡിഫോറസ്റ്റേഷൻ, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട്, അതുപോലെ ഡാമിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിലൂടെയും ലാൻഡിന് ഡിഗ്രേഡേഷൻ സംഭവിക്കാം. അറ്റ് ദ സെയിം ടൈം നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, ഡ്രൗട്ട്, ഇതെല്ലാം ലാൻഡിനെ ഡിഗ്രേഡേഷനിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലാൻഡ് ആൻഡ് സോയിൽ. ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് സോയിൽ, അല്ലേ? ലാൻഡ് ഇല്ലാതെ സോയിൽ ഇല്ല. അതുപോലെ സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ലാൻഡിന് വാല്യൂ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കാര്യമില്ല. സോ ലാൻഡ് ആൻഡ് സോയിലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇനി പറയുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട്, ഈ ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെൻറ് ലോസ്, അതുപോലെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. സോ വേൾഡിൻ്റെ ലാൻഡ് ഏരിയയിൽ ഒരുവിധം അതിൽ 10% മാത്രമാണ് അത്ര ക്രോപ്പ് കൾട്ടിവേഷനൊക്കെ സാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം വേസ്റ്റ് ലാൻഡാണ്. സോ ഈ വേസ്റ്റ് ലാൻഡിൽ എങ്ങനെ റീക്ലെയിം ചെയ്തെടുക്കാം? അവിടെ കുറേ പ്ലാന്റിങ് ട്രീസൊക്കെ വെച്ച് നമുക്ക് റീക്ലെയിം ചെയ്തെടുക്കാം. സോ ഇതിൻ്റെ കുറേ എന്താ പറയുക, ഗവൺമെൻറ് ആയിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കൊടുക്കുന്ന കുറച്ച് ആക്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രൊജക്റ്റ് സ്കീംസൊക്കെയാണ്. അതൊന്ന് വായിച്ചു നോക്കാം. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്, ടെക്നോളജി ഡെവലപ്മെൻറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ് സ്കീം, സപ്പോർട്ട് ടു NGOs or voluntary agencies, grant in aid scheme, investment promotional schemes, wastelands development task force. In Rajasthan, the Society of Promotion of Wasteland Development has initiated number of activities including charak development. Charak is the pasture land which has grass on it and it is used for grazing of farm animals, which is very important for the dry land areas and help in maintaining the cattle population. So രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലം അറിയാം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഫുള്ളി ഡ്രൗട്ടാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. സോ അവിടെ അവർ കൊണ്ടുവന്നാണ് ചരക് എന്ന് പറഞ്ഞൊരു ചരക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ആ ഒരു മൂവ്മെൻറ്റിൽ അവർ ചെയ്തത് എന്താണ്? ഈ ചരക് എന്ന് പറഞ്ഞ സ്ഥലം പാസ്ചർ ലാൻഡാണ്. പാസ്ചർ ലാൻഡ് എന്താ? ഗ്രാസ് ഉള്ള ലാൻഡാണ്. സോ അവിടെ കാറ്റിൽസിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ലാൻഡ് അവർ വളരെയധികം യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോയിൽ ഇറോഷൻ. സോയിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അപ്പർ ലെയർ ഓഫ് ദ ലാൻഡ് ആണ്. സോ സോയിൽ ഇറോഷൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമെന്നും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്ങനെയാണ്? മഴവെള്ളം കൂടുമ്പോൾ, അതുപോലെ തന്നെ ഈ സോയിൽ ഇറോഷൻ പ്രോസസ്സ്, ഈ ടോപ്പ് ലെയറിലുള്ള സോയിൽ റിമൂവ് ചെയ്ത് പോകുന്നതിനാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോ ഫ്ലഡിൽ വെള്ളം കൂടുമ്പോൾ ഈ സോയിൽ, മുകളിലത്തെ സോയിൽ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രൗണ്ടിനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ് ആ സപ്പോർട്ട് വേണ്ടത്? മരങ്ങളുടെ വേര്, അതിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ സോയിൽ ഇറോഷൻ സംഭവിക്കുക നമ്മൾ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം സോയിൽ ഇറോഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു നല്ല സോയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, മിനറൽസ് എല്ലാം ഒഴുകിപ്പോയിട്ടുണ്ടാവും അത്രേ. സോ അതാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആൽക്കലൈൻ ആൻഡ് ആസിഡ്, ആൽക്കലൈൻ നേച്ചർ ഓഫ് സോയിൽ ആൻഡ് ആസിഡ് നേച്ചർ ഓഫ് സോയിൽ. ഇതിൽ ആൽക്കലൈൻ നേച്ചറിൽ കൾട്ടിവേഷൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ആസിഡ് നേച്ചറിൽ കൾട്ടിവേഷൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, organic materials like green waste straw may be applied to maintain soil, which improves soil cohesion and also increase water retention capacity. In dry areas, very high irrigation mode may cause an increased soluble salt in the soil, making it saline or alkaline. ഡ്രൈ ഏരിയസിലൊക്കെയാണ് സോൾട്ടിൻ്റെ ഒരു കണ്ടൻറ്റ് വരുന്നത്. ദെൻ ഇറ്റ് ഈസ് മേക്കിംഗ് ആസ് ആൽക്കലൈനായി മാറുമെന്നാണ് പറയുന്നത്. സോ ആൽക്കലൈൻ എന്ന് പറഞ്ഞ എമൗണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട്, വിച്ച് ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്നാണ്. സോ ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡിനാണ് അസിഡിറ്റിക് എന്ന് പറയുന്നത്. ആ ഒരു ലാൻഡിലാണ് എന്ത് കൾട്ടിവേഷൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടു? വാട്ടർ യൂസ് ആൻഡ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കണ്ടു. ഇപ്പം ലാൻഡ് റിന്യൂവബിൾ അല്ലാത്തൊരു സോഴ്സാണ്. സോ അതിന് അത്രയും കൺസർവിങ് മെത്തേഡുകൾ വേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ സ്യൂട്ടബിലിറ്റി
എന്ന് വെച്ചാൽ എങ്ങനെയാണോ ലാൻഡിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ യൂസ് ചെയ്യണം. അല്ലാതെ അതിനെ ഹാംഫുൾ ആവുന്ന രീതിയിൽ, അതിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ നമുക്ക് ലാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു സ്യൂട്ടബിലിറ്റി ആൻഡ് കാപ്പബിലിറ്റി ജഡ്ജ് ചെയ്തുകൊണ്ട് വേണം ലാൻഡ് യൂസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. It is important that capturing fertile agricultural lands for constructing roads, building is kept to minimum and the selection of sites for constructing roads, buildings, water resources, etc. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനുള്ള സൈറ്റുകളൊക്കെ ചെറുത് എന്ന് വെച്ചാൽ കുറച്ച് യൂസ് ചെയ്യുക, എല്ലാം കൊണ്ടും ലാൻഡിനെ ചൂഷണം ചെയ്യാതെ ശ്രദ്ധിക്കുക. ദെൻ സോയിൽ മാനേജ്മെൻറ്റ് ഒരു മില്യൺ ഇയർ ഓഫ് പ്രോസസ്സാണ് ഒരു സോയില് ഫോം ചെയ്യാൻ, അല്ലേ? ഒരു സ്ഥലത്ത് സോയിൽ വരുന്നത് വർഷങ്ങളോളം എടുത്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ സോയിൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ഗ്രോവിങ് ഗ്രാസസ്, shrubs ആൻഡ് ട്രീസ്, കൺസ്ട്രക്റ്റിംഗ് ഡ്രെയിനേജ് സിസ്റ്റം അലോ അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് വാട്ടർ. ഈ ഒരു ഭാഗം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സോയിൽ ഇറോഷൻ എന്താണ്, എങ്ങനെ കൺട്രോൾ ചെയ്യുക? നമ്മൾ പറഞ്ഞു ഫ്ലഡ് ഇങ്ങനെയുള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്റ്റോറേജ്, വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം കണ്ടുപിടിക്കണം. അതുപോലെ ചാനലൈസ് ചെയ്ത് റിവേഴ്സിനൊക്കെ സ്പ്രെഡ് ചെയ്ത് വിടണം, ഒരു സ്ഥലത്ത് കെട്ടിക്കെടുക്കാതെ. അതുപോലെ ഗ്രാസസ് വെച്ച് പിടിപ്പിക്കുക, ട്രീസ് വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ വെച്ചാൽ എന്താ പറയുക, ഹില്ലി ഏരിയയിൽ ഷ്രബ്സ് വെക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായി, സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ സിക്നെസ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ സിക്നെസ് ഈസ് ഈസി ടു സ്റ്റഡി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പം തൊട്ടേ പറയുന്നതാണ് പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇതൊന്നും യൂസ് ചെയ്യരുത്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇല്ലാതാവും. സോ ഇതിന് മിതമായ രീതിയിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല ഫലപുഷ്ടി ഉണ്ടാവുന്ന വളങ്ങൾ യൂസ് ചെയ്ത് സോയിലിനെ കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. വൺ മോർ ടൈം ഞാൻ ഒന്നും കൂടി മൊത്തമായിട്ടൊന്ന് ഓവറായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വണ്ണ് നമ്മൾ എന്ത് പറഞ്ഞു? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റും, റിന്യൂ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് റിന്യൂ ചെയ്യാൻ പറ്റാത്ത സോഴ്സുകളെയാണ്. ലാൻഡ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിളും വാട്ടർ എന്ന് പറയുന്നത് റിന്യൂവബിളുമാണ്. വാട്ടറിൻ്റെ ചില പ്രോസസ്സ് ഈ എർത്തിൻ്റെ മുകളിലും അടിയിലുമായിട്ട് ഒരുപാട് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ, ട്രാൻസ്പിരേഷൻ, കണ്ടൻസേഷൻ, ഡെപ്പോസിഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, സർഫേസ് വാട്ടറിലും ഗ്രൗണ്ട് വാട്ടറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ. സർഫേസ് വാട്ടർ രണ്ട് ഏരിയാസിലാണ്, രണ്ട് ലെയറായിട്ടാണ്. ഒന്ന് സോൺ ഓഫ് എറേഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീഗ്രേഡേഷൻ മെത്തേഡ്സ്, എങ്ങനെയൊക്കെ വാട്ടർ പൊല്യൂട്ട് ആവുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ കൺസർവ് ചെയ്യാം എന്നും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലാൻഡിനെ കുറിച്ച് പറഞ്ഞു. ലാൻഡ് എങ്ങനെയായിരുന്നു? ലാൻഡ് ഒരു നോൺ റിന്യൂവബിൾ ആയിരുന്നു. അതിൽ സോയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു. ദെൻ എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്, അങ്ങനെ 3-4 പ്രോസസ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സ് പറഞ്ഞു. ദെൻ ലാൻഡ് ഡീഗ്രേഡേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ലാൻഡിൻ്റെയും സോയിലിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും, സോയിൽ എങ്ങനെ കൺസർവ് ചെയ്യാം, സോയിൽ ഇറേഷൻ എങ്ങനെയാണ്, സോയിൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഇത് നമ്മൾ പറഞ്ഞു. So that's all about all this unit. Then thank you. Have a nice day.